കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെയാണ് അറിയുന്നത്. പാലക്കാട്, വയനാട്, ചേലക്കര എന്നീ മണ്ഡലങ്ങളിൽ അവസാനവട്ട കണക്കുകൂട്ടലിലാണ് മൂന്ന് മുന്നണികളും. ഭരണവിരുദ്ധ വികാരമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന UDF നിലവിലെ രാഷ്ട്രീയ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ മൂന്ന് മണ്ഡലങ്ങളിലും ജയിക്കാനാകുമെന്ന വിശ്വാസത്തിലാണ്. പോളിംഗ് കുറഞ്ഞ വയനാട്ടിൽ അട്ടിമറിയൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്ര എന്നതിൽ മാത്രമാണ് ആകാംക്ഷ. ചേലക്കര നിലനിർത്തുന്നതിനൊപ്പം പാലക്കാട് മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് CPM. പാലക്കാട് C. കൃഷ്ണകുമാർ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ BJPയുമുണ്ട്. തങ്ങളുടെ വോട്ടുകളെല്ലാം കൃത്യമായി പെട്ടിയിലായിട്ടുണ്ടെന്നാണ് മൂന്ന് മുന്നണികളുടെയും കണക്ക്. ചേലക്കരയിൽ വിജയം CPM ഉറപ്പിച്ചിരിക്കുകയാണ്. പാലക്കാട് മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. പാലക്കാട് രണ്ടാം സ്ഥാനത്തെത്തിയാലും അത് ഗുണകരമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. വയനാട് വിജയപ്രതീക്ഷയില്ലെങ്കിലും UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി ജയിക്കുമെന്നായിരുന്നു തുടക്കത്തിൽ UDF കേന്ദ്രങ്ങൾ അറിയിച്ചിരുന്നത്. പ്രിയങ്കയ്ക്ക് 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടാനാകുമെന്നായിരുന്നു അവകാശവാദം. എന്നാൽ ഇപ്പോൾ ഈ കണക്കുകളിൽ നിന്നും പിന്നോട്ട് പോയിരിക്കുകയാണ് UDF. പ്രിയങ്കയുടെ ഭൂരിപക്ഷം 5 ലക്ഷം കടന്നേക്കില്ലെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. അതേസമയം എന്ത് സംഭവിച്ചാലും 4 ലക്ഷത്തിലധികമായിരിക്കുമെന്നും നേതൃത്വം പറയുന്നു. ബൂത്തുകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണിത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 79.9% വയനാട്ടിലെ പോളിംഗ്. എന്നാൽ ഇക്കുറി ഇത് 64.69%. പോളിംഗ് കുറഞ്ഞത് ഉയർന്ന ഭൂരിപക്ഷമെന്ന UDF പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചു. പ്രിയങ്കയുടെ ഭൂരിപക്ഷം കുറക്കാനാണ് LDF കാര്യമായ പ്രചരണത്തിൽ നിന്നും വിട്ടുനിന്നതെന്നാണ് UDF വിലയിരുത്തുന്നത്. അതേസമയം പ്രിയങ്കയുടെ ഭൂരിപക്ഷം കുറക്കാനായെന്നാണ് LDF കേന്ദ്രങ്ങളും വിലയിരുത്തുന്നത്. രാഹുലിനെ പോലെ പ്രിയങ്കയും മണ്ഡലം ഉപേക്ഷിച്ചു പോകും എന്നതടക്കമുള്ള പ്രചാരണങ്ങൾ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. മറ്റ് മണ്ഡലങ്ങളിൽ വിജയത്തെ കുറഞ്ഞതൊന്നും ചിന്തിക്കാത്ത LDF വയനാട്ടിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ശ്രമിക്കുന്നത് UDFനും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. മണ്ഡലത്തിൽ അട്ടിമറിയൊന്നും സംഭവിക്കില്ലെങ്കിലും പ്രിയങ്കയുടെ ഭൂരിപക്ഷം എത്രയാകുമെന്ന ആശങ്കയിലാണ് UDF.